हरि ओम। गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। ओम नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुकं गौडपदं महान्दं गोविन्दयोगीन्द्रमदास्य शिष्यं श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलगं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्ददमानतोऽस्मि। ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वाम् अनुसन्ददामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। हरि ओम। എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് സുസ്വാഗതം. ഭഗവത്ഗീത തുടങ്ങിയിട്ട് കുറേ കാലമായി. മഹാഭാരതം ആമുഖമായി കുറേ പറഞ്ഞ് അതിനു മുമ്പ് ഗീതാധ്യാന ശ്ലോകങ്ങൾ 5-6 ദിവസങ്ങളെടുത്ത് 6-7 ദിവസം മഹാഭാരതം പറഞ്ഞ് പിന്നെ 1-ാം അധ്യായം മുതൽ വിസ്തരിച്ച് തുടങ്ങി. 2-ാം അധ്യായം നല്ലതുപോലെ വിസ്തരിച്ച് തന്നെ കണ്ടു.
എന്നാണ് തുടങ്ങിയത്? കഴിഞ്ഞ ചിങ്ങമാസം ആണോ ഭഗവത്ഗീത തുടങ്ങിയത്? അങ്ങനെ എന്നാ തോന്നണം. അതെ, ചിങ്ങമാസം 1-ാം തീയതിയാണെന്നാ തോന്നണം അല്ലേ? രാവിലെ നാരായണീയവും വൈകിട്ട് ഭഗവത്ഗീതയുമായിട്ട് ആരംഭിച്ചതെന്നാ തോന്നണം. അതെ, കുറേ ക്ലാസ്സുകളായി. ഏകദേശം ഭഗവത്ഗീതയുടെ ഒരു സാരം എന്താണെന്ന് സാമാന്യമായിട്ട് ഇത് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. ഇനി ഇതിൻ്റെ കൂടുതൽ ഇതുവരെ കേട്ടതിൻ്റെയൊക്കെ സംശയങ്ങളെല്ലാം തീർക്കാനായിക്കൊണ്ട് കൂടുതലായിട്ടുള്ള വിസ്താരമാണ്, ഓരോന്നിൻ്റെയും ഡീറ്റെയിലിലേക്ക് പോകുന്നതാണ് 3-ാം അധ്യായം മുതൽക്കുള്ള ഭാഗം. ചിങ്ങം 1-ന് തന്നെ തുടങ്ങിയത് അല്ലേ? അതെ. അപ്പോൾ ഏകദേശം 6 മാസത്തോളമായി. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം കഴിഞ്ഞു. ഇതപ്പോൾ കുംഭം നടക്കണം. അപ്പോൾ എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ നീങ്ങും ക്രമത്തിൽ, ശ്രദ്ധയോടുകൂടെ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് അർജുനനും ആദ്യമായിട്ട് കേൾക്കുകയാണിതെല്ലാം. അപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് സംശയങ്ങളുണ്ട്. ഒക്ടോബർ 30-നാണ് തുടങ്ങിയത് അല്ലേ? നവരാത്രി വിജയദശമി അന്ന്. വെരി ഗുഡ്, ഓർമ്മിപ്പിച്ചത് നന്നായി. ചിങ്ങം 1-നല്ല, ചിങ്ങം 1-ന് നാരായണീയം തുടങ്ങി. അത് കഴിഞ്ഞ് നവരാത്രി വിജയദശമി അന്നാണ് ഭഗവത്ഗീത തുടങ്ങിയത്. ഓക്കെ, താങ്ക് യു പ്രീതിജി. ഇപ്പോൾ ഓർമ്മ വന്നു. താങ്ക് യു. നവരാത്രി വിജയദശമി എന്നാണ് ഭഗവത്ഗീത ആരംഭിച്ചത്. ഓക്കെ, ഒക്ടോബർ 30-ന്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് പകുതിയാവും. ഓക്കെ, സംശയം ഉണ്ടായിരുന്നു, തീർത്തു തന്നു. അപ്പോൾ അർജുനനും നമ്മളെപ്പോലൊരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതുപോലെ ഇത്രയും കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മുമ്പ് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പുതിയ സംശയങ്ങൾ ധാരാളം ആയി അല്ലേ? കാരണം 2 കൂട്ടർക്കാണ് സംശയങ്ങളെ ഇല്ലാതിരിക്കുക. ഒന്നും അറിയാത്തവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. മറ്റൊരു കൂട്ടർ എല്ലാം അറിയുന്നവർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഒന്നും അറിയാത്തവർക്കും ഒരു സംശയം ഉണ്ടാവില്ല, എല്ലാം അറിയുന്നവർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഒന്നും അറിയാത്തവർ വിചാരിക്കും അവർക്ക് എല്ലാം അറിയാമെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല. അവർക്കെല്ലാം അറിയാമെന്നുള്ള വിചാരമാണ് ഈ ഒന്നും അറിയാത്തവർക്ക്. എല്ലാം അറിയുന്നവരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അത് പിന്നെ അവർക്ക് ശരിക്കും അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞവരാണ്. അപ്പോൾ അർജുനനും നമ്മളൊക്കെ ഇപ്പോൾ കുറച്ച് ഗീത കേട്ട് കഴിഞ്ഞപ്പോൾ, ഭഗവാനിൽ നിന്ന് ഒരധ്യായം കേട്ട് കഴിഞ്ഞപ്പോൾ ത്രിശങ്കു സ്വർഗത്തിലായി. ഇപ്പോൾ രണ്ടിൻ്റെ നടുവിലായി. ഇല്ലത്തുനിന്ന് വിടുകയും ചെയ്തു, അമ്മാത്തിട്ട് എത്തിയതും ഇല്ല എന്നുള്ള മാതിരിയായി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ അമ്മാത്ത് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ അമ്മാത്തേക്ക് പോവാം. അപ്പോൾ ഭഗവാൻ നമ്മളെ വഴികാട്ടിക്കൊണ്ട് കൂടെ ഉണ്ട്.
കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് വഴിതെറ്റാതെ കൊണ്ടുപോകാൻ ഭഗവാൻ കൂടെയുണ്ട്. വ്യാസഭഗവാനുണ്ട്, ആദിശങ്കര ഭഗവത്പാദരും നമ്മുടെ കൂടെയുണ്ട്, ഗുരുപരമ്പരകളൊക്കെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും യാത്ര പുറപ്പെട്ടു, ലക്ഷ്യത്തിൽ എത്തുക തന്നെ, ലക്ഷ്യത്തിലേക്ക് പോവുക തന്നെ. ഭഗവത്ഗീത ഇത്രയും കേട്ടതിൻ്റെ വെളിച്ചത്തിലുണ്ടായിട്ടുള്ള അല്പജ്ഞാനത്തെ കുറെ കൂടി പൂർണ്ണമാക്കാൻ, സംശയരഹിതമാക്കാൻ നമുക്ക് പ്രയത്നം ചെയ്യാം. അപ്പം അർജുനനും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ലീഡറായിട്ട്. അദ്ദേഹം തന്നെ ചോദ്യങ്ങൾ ചോദിച്ചോളും. പാർത്ഥോ വത്സ സുധീർ ഭോക്ത, അല്ലേ? ദുഗ്ധം ഗീതാമൃതം മഹത്. പാർത്ഥനാകുന്ന പശുക്കുട്ടി ഭഗവാന്റെ മുമ്പിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് മുട്ടിക്കൊണ്ട് നിന്നോളും. അപ്പോൾ ഗോപാലനന്ദനൻ നമുക്ക് കറന്ന് തരും. സർവ ഉപനിഷത്തുക്കളാകുന്ന ഓക്കെ, എന്തായാലും വിജയദശമി അതാണ്. ഒക്ടോബർ 26 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, 3-4 ദിവസത്തെ വ്യത്യാസം. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഉപനിഷത്തുക്കളെ കുട്ടി ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന് പാലിനു വേണ്ടി മുട്ടാനുണ്ട്, ചോദ്യം ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭോക്ത, അല്ലേ, നമ്മൾ അനുഭവിക്കുന്നവർ, നമ്മൾ സുധീർ ഭോക്ത, വിവേകികളും ബുദ്ധിമാന്മാരുമായിട്ടുള്ള ആളുകൾ, നല്ല ബുദ്ധിയുള്ളവർ, നല്ല സംസ്കാരമുള്ളവർ ഈ ഭഗവത്ഗീത അനുഭവിക്കുന്നു. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ലോക നന്മയ്ക്കായിക്കൊണ്ട് ഉപദേശിച്ച ഈ ഭഗവത്ഗീതയെ നമ്മൾ ഓരോരുത്തരും അർജുനൻ്റെ പിന്നിൽ നിന്ന് ഞങ്ങൾക്കും വേണം, മുട്ടിക്കഴിഞ്ഞ് കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ പശുക്കുട്ടിയെ പിടിച്ച് കെട്ടും, എന്നിട്ട് ബാക്കി കറന്നെടുക്കും കറവക്കാരൻ, എന്നിട്ട് ബാക്കി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നതുപോലെ നമുക്ക് തരും, നമുക്ക് പകർന്നു തരും. അപ്പോൾ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ അർജുനൻ്റെ വിഷാദത്തിന് കാരണം അർജുനൻ്റെ അജ്ഞാനം തന്നെയാണ് മുഖ്യം. ആ അജ്ഞാനത്തിൽ നിന്നുണ്ടായ അഹന്താ മമതകൾ, തെറ്റിദ്ധാരണകൾ, അതൊക്കെ തന്നെയാണ് അർജുനൻ്റെ ദുഃഖ കാരണം. അപ്പോൾ അതിന് ആ അജ്ഞാനത്തെ നീക്കാൻ തന്നെ ഭഗവാൻ ജ്ഞാന ഉപദേശമാണ് സാഖ്യയോഗത്തിലൂടെ ചെയ്തത്. സാഖ്യമെന്നാൽ ജ്ഞാനം തന്നെയാണ്. നമ്മൾ ഏറ്റവും പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വസ്തുതകൾ, നമ്മൾ ആരാണ്, ഈ ലോകവും നമ്മളും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എന്താണ്, ഈ ലോകത്തിൽ വന്നതായിട്ടുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇവിടുന്ന് നേടേണ്ടത്, അതെങ്ങനെയാണ് നേടേണ്ടത്, ഈ വക അറിവാണ് നമ്മൾ ആർജിക്കേണ്ടത്. അതിലേക്ക് വേണ്ടതായിട്ടുള്ള സൂചനകൾ ഭഗവാൻ ഈ 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം മുതൽ ഇന്നലെ എടുത്തു തീർത്ത 72-ാം ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് സാമാന്യമായി പറഞ്ഞു കൊടുത്തു. നമുക്ക് കുറച്ചെങ്കിലും എന്നെ കാണാമല്ലോ, അല്ലേ? പവർ കട്ട് തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഒഴിവ്, ഞാനൊരു ബ്രേക്ക് എടുക്കണം, എന്നാലേ ഇതിൻ്റെ മറ്റേ ഇൻവെർട്ടറിൻ്റെ പുറകെ നിൽക്കാൻ പറ്റുള്ളൂ. കുറച്ച് വലിയ ഇൻവെർട്ടർ വെക്കണം എന്ന് വെച്ചിട്ടാണ്, സോളാർ ഇൻവെർട്ടർ. അതിൻ്റെ പുറകെ ഞാൻ മെനക്കെട്ട് നിൽക്കണം. 1-2 പ്രാവശ്യം ഞാൻ വിളിച്ച ആൾക്കാർ എത്തിയിട്ടില്ല. പിന്നെ അതിൻ്റെ പുറകെ നിന്ന് അത് പിടിപ്പിച്ച് കറക്റ്റ് ചെയ്യിക്കണം. എന്തായാലും വേനൽക്കാലത്ത് വേണ്ടി വരും. അപ്പോൾ ഒരു 3 kV വരുന്നത് പോലെ കുറച്ച് വലിയതായിട്ടുള്ളൊരു ഇൻവെർട്ടർ പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പഴയൊരു ഇൻവെർട്ടർ ഉണ്ടായിരുന്നു, അത് കുറച്ച്
തകരാറായിരിക്കുകയാണ്. അതാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കണം. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര ശബ്ദം. ആ ശബ്ദത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇനി പുതിയ വലിയ ഇൻവെർട്ടറിലേക്ക് പോകണം. കുറച്ച് കാശും ചിലവുണ്ട്, കുറച്ച് മെനക്കെടുണ്ട്, അതിൻ്റെ പുറകെ നിൽക്കണം. അപ്പോൾ അതിന് ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് കട്ട് ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ ഇടയ്ക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. വേനൽക്കാലം വരുമ്പോൾ കഷ്ടമാവും. നാരായണ. അപ്പോൾ ഭഗവാൻ ഒരുവിധം സാമാന്യമായിട്ട് ഒരു ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വിഷൻ കൊടുത്തു അർജുനന്. അപ്പം അർജുനന് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നുപെട്ടു. ബോംബെയിൽ പവർ കട്ടില്ലെങ്കിൽ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. ഞങ്ങൾ ഇത് കേരളമാണ്. ഞങ്ങൾ പിണറായി പറയും പോലെ ഇടയ്ക്കിടയ്ക്ക് പറയട്ടെ, ഇത് കേരളമാണ്. ഇവിടെ പവർ കട്ട് ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കില്ല, പറയില്ല. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പവർ കട്ട് ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 3-ാം അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് ആചാര്യ ഭഗവത്പാദരുടെ ഒരു ആമുഖം ഭാഷ്യം ഉണ്ട്. സോളാർ വേണ്ട എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോളാറും വേണ്ട, ഡോളറും വേണ്ട നമുക്ക്. അപ്പോൾ വലിയൊരു ആമുഖമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കത് മുഴുവൻ വേണ്ട. എന്താ വെച്ചാൽ ഒരു സംവാദമാണ്. അത് ആചാര്യ ഭഗവത്പാദരുടെ കാലത്ത് ഉണ്ടായിരുന്ന ജ്ഞാനകർമ്മ സമുച്ചയവാദം എന്ന ഒരു പ്രത്യേക കൂട്ടരുടെ വാദങ്ങളെ പൂർവപക്ഷമായി ആചാര്യ ഭഗവത്പാദർ സ്വീകരിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ആ പൂർവപക്ഷങ്ങൾക്ക്, അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവരുടെ വാദം ശരിയല്ല എന്ന് സ്ഥാപിച്ച് സിദ്ധാന്തിച്ചുകൊണ്ട് ആചാര്യ ഭഗവത്പാദർ വ്യാഖ്യാനിക്കുകയാണ് ഭഗവത്ഗീതയെ. അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല. കാരണം അതിനുള്ള യുക്തിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതാണ് പൂർവപക്ഷവും അതിനുള്ള സിദ്ധാന്ത മറുപടി. അങ്ങനെ 2 പക്ഷമായി ചോദ്യവും ഉത്തരവുമായിട്ട് മറുപടി കൊടുക്കുകയാണ്. അപ്പം അത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല. ആദ്യത്തെ കുറച്ച് ഭാഗമേ അതിലേക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ടത് ആദ്യത്തെ ആ ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്ക് നേരിട്ട് അധ്യായത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിക്കാം. ശാസ്ത്രസ്യ പ്രവൃത്തി നിവൃത്തി വിഷയഭൂതേ ദ്വേ ബുദ്ധി ഭഗവതാ നിർദ്ദിഷ്ടേ സാഖ്യേ ബുദ്ധി യോഗേ ബുദ്ധി ഇതി ച തത്ര പ്രജഹാതി യഥാ കാമാൻ ഇത്യാരഭ്യ അധ്യായ പരിസമാപ്തേഃ സാഖ്യബുദ്ധി ആശ്രിതാനാം സന്യാസം കർത്തവ്യം ഉക്ത്വാ തേഷാം തന്നിഷ്ഠതയാ ഏവ ച കൃതാർത്ഥതാ ഉക്താ ഏഷാ ബ്രാഹ്മീ സ്ഥിതിഃ ഇതി. അർജുനായ ച കർമ്മണ്യേവ അധികാരസ്തേ മാതേ സംഗോസ്ത്വകർമ്മണി ഇതി കർമ്മ ഏവ കർത്തവ്യം ഉക്തവാൻ യോഗബുദ്ധിം ആശ്രിത്യ ന തതയേവ ശ്രേയഃ പ്രാപ്തിം ഉക്തവാൻ.
തത് ഏതദാലക്ഷ്യ പര്യാകുലീഭൂത ബുദ്ധിഃ അർജുനഃ ഉവാച. നാരായണ. അപ്പോൾ ശാസ്ത്രസ്യ പ്രവൃത്തി നിവൃത്തി വിഷയഭൂതേ ദ്വേ ബുദ്ധി ഭഗവതാ നിർദ്ദിഷ്ടേ സാഖ്യേ ബുദ്ധി യോഗേ ബുദ്ധി ഇതി ച. ശാസ്ത്രത്തിൻ്റെ, നമ്മുടെ വേദശാസ്ത്രങ്ങളുടെ മുഴുവൻ സാരമായിട്ട് ഇവിടെ ശാസ്ത്രം എന്ന ശബ്ദം ഉപയോഗിച്ചു. അപ്പോൾ ശാസ്ത്രസ്യ പ്രവൃത്തി നിവൃത്തി വിഷയഭൂതേ ദ്വേ ബുദ്ധി, പ്രവൃത്തി വിഷയവും നിവൃത്തി വിഷയവുമായിട്ടുള്ള രണ്ടു തരം ബുദ്ധികളെക്കുറിച്ച് ഭഗവതാ നിർദ്ദിഷ്ടേ, ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ടു. സാഖ്യേ ബുദ്ധി യോഗേ ബുദ്ധി ഇതിച്ച, രണ്ടായിട്ട് പറഞ്ഞു. ഒന്ന് സാഖ്യത്തിലുള്ള ബുദ്ധി, മറ്റൊന്ന് യോഗത്തിലുള്ള ബുദ്ധി എന്നിങ്ങനെ. ഇപ്പം സാഖ്യബുദ്ധി എന്നും യോഗബുദ്ധി എന്നും പ്രവൃത്തി നിവൃത്തി വിഷയഭൂതങ്ങളായ രണ്ട് പദ്ധതികൾ, രണ്ട് മാർഗങ്ങൾ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടു, നിർദ്ദേശിക്കപ്പെട്ടു. തത്ര പ്രജഹാതി യഥാ കാമാൻ ഇത്യാരഭ്യ അധ്യായ പരിസമാപ്തേഃ സാഖ്യബുദ്ധ്യാശ്രിതാനാം സന്യാസം കർത്തവ്യം ഉക്ത്വാ തേഷാം തന്നിഷ്ഠതയാ ഏവ ച കൃതാർത്ഥതാ ഉക്താ ഏഷാ ബ്രാഹ്മീ സ്ഥിതി ഇതി. ഇനി അതിലും ആ വിഷയത്തിലും ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ട് പിന്നീട് തത്ര പ്രജഹാതി യഥാ കാമാൻ ഇത്യാരഭ്യ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം ആരംഭിച്ചത്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറഞ്ഞത് പ്രജഹാതി യഥാ കാമാൻ ഇത്യാരഭ്യ. എപ്പോഴാണോ ഒരാൾ തൻ്റെ ഹൃദയത്തിലുള്ള കാമങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് എന്നാരംഭിക്കുന്ന ആ അവിടുന്ന് തുടങ്ങി അധ്യായ പരിസമാപ്തേഃ, അധ്യായമല്ല ആധ്യായ പരിസമാപ്തേഃ, അധ്യായമല്ല ആധ്യായം എന്ന് വെച്ചാൽ ആസമന്താത് അധ്യായം, അധ്യായ പരിസമാപ്തി പര്യന്തം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദീർഘം. ആധ്യായ പരിസമാപ്തേഃ എന്ന്, അധ്യായം തീരുന്നത് വരെയും, അധ്യായത്തിൻ്റെ അവസാനം വരെയും 72ാമത്തെ ശ്ലോകം വരേക്കും സാഖ്യബുദ്ധി ആശ്രിതാനാം സന്യാസം കർത്തവ്യം ഉക്ത്വ. ആ സാഖ്യബുദ്ധി എന്ന് വെച്ചാൽ നിവൃത്തി മാർഗം, ജ്ഞാനമാർഗം, അതിനെ ആശ്രയിക്കുന്നവർക്ക് സന്യാസമാണ് കർത്തവ്യം എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഉക്ത്വ തേഷാം അവർക്ക് തന്നിഷ്ഠതയാ ഏവച്ച കൃതാർത്ഥതാ ഉക്ത, അവർക്ക് ആ സന്യാസത്തിലുള്ള നിഷ്ഠയാണ് കൃതാർത്ഥതയ്ക്ക് കാരണം എന്നും പറഞ്ഞിട്ട് ഏഷാ ബ്രാഹ്മീ സ്ഥിതി ഇതി അത് പറഞ്ഞു. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ത നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേബി ബ്രഹ്മ നിർവാണമൃച്ഛതി എന്ന് പറഞ്ഞ ആ അവസാനത്തെ വരിയും അതാണ് ഏഷാ ബ്രാഹ്മീ സ്ഥിതി ഇതി. ഇതാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചതായിട്ടുള്ള സ്ഥിതി, ഇവിടെയാണ് എത്തേണ്ടത്, ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമാണ് പിന്നെ ഇളക്കമില്ലാത്തത്, മോഹമില്ലാത്തത്. നൈനാം പ്രാപ്യ വിമുഹ്യതി എന്ന് പറഞ്ഞു. സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി, ആ മോക്ഷത്തെ പ്രാപിക്കുന്നു. അത് അവസാന കാലത്തിലാണെങ്കിലും മരണത്തിനോട് അടുക്കുമ്പോഴാണെങ്കിലും ഈ ഒരു സ്ഥിതിയെ പ്രാപിക്കണം എന്നതിൻ്റെ ആവശ്യകതയെ, അതിലാണ് കൃതാർത്ഥതയുള്ളത്, മനുഷ്യജന്മത്തിൻ്റെ സാഫല്യമുള്ളത് എന്നും ഭഗവാൻ നിശ്ചയിച്ച് പറഞ്ഞു. എന്നിട്ടോ അർജുനായച്ച, അർജുനനോടായിക്കൊണ്ട് കർമ്മണ്യേവ അധികാരസ്ഥേ മാതേ സംഗോസ്ത്വകർമ്മണി ഇതി കർമ്മയേവ കർത്തവ്യം ഉക്തവാൻ യോഗബുദ്ധിം ആശ്രിത്യ ന തദയേവ ശ്രേയപ്രാപ്തിം ഉക്തവാൻ. അപ്പോൾ അർജുനനോടായിക്കൊണ്ട് കർമ്മണ്യേവ അധികാരസ്ഥേ, നിനക്ക് കർമ്മത്തിലാണ് അധികാരം,
നീ കർമ്മം ചെയ്യുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് മാതേ സംഗോസ്തു അകർമ്മണി, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കുന്ന കാര്യത്തിൽ സംഘമുണ്ടാകരുത് എന്നും പറഞ്ഞു. എന്നുവെച്ചാൽ നീ സന്യസിക്കരുത്. സന്യാസത്തിന്റെ മഹത്വം സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലൂടെ എടുത്തു പറയുകയും ചെയ്തു. അർജുനനോട് പറഞ്ഞു, നീ സന്യസിക്കരുത്, നിനക്ക് കർമ്മത്തിലാണ് അധികാരം എന്ന് ഊന്നി പറഞ്ഞു. അപ്പൊ ഇത് കർമ്മയേവ കർത്തവ്യം ഉക്തവാൻ. അർജുനന് കർമ്മയേവ കർത്തവ്യം, അർജുന നീ കർമ്മം തന്നെ ചെയ്യണം എന്ന് ഉക്തവാൻ പറയപ്പെട്ടു. യോഗബുദ്ധിം ആശ്രിത്യ, ഇവിടെ യോഗബുദ്ധിം കർമ്മയോഗബുദ്ധിം ആശ്രിത്യ, ആ പ്രവൃത്തി ധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് കർമ്മയോഗത്തെ അവലംബിച്ചുകൊണ്ട് അർജുനനോട് പറഞ്ഞു, അർജുന നീ ഒരിക്കലും കർമ്മത്തിൽ നിന്ന് പിന്തിരിയരുത്, നിനക്ക് സന്യസിക്കാനുള്ള അധികാരമില്ല, നീ കർമ്മം ചെയ്യുകയാണ് വേണ്ടത് എന്ന് അർജുനനെ പ്രത്യേകം നിർബന്ധിച്ച് അർജുനനെ എന്താ പറയുക, ഒരു തരത്തില് കൺഫ്യൂസ്ഡ് ആക്കി ഭഗവാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭഗവാൻ ആ ബ്രാഹ്മീ സ്ഥിതിയെ എടുത്ത് മഹത്വം വർണ്ണിച്ച് സ്ഥിതപ്രജ്ഞന്റെ മഹത്വം പറഞ്ഞ് സന്യാസത്തിന്റെ മഹത്വബുദ്ധിം ആശ്രിത്യ ന തതയേവ ശ്രേയഃപ്രാപ്തിം ഉക്തവാൻ. എന്നാൽ അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ അതിൽ നിന്ന് ശ്രേയഃപ്രാപ്തി ഉണ്ടാകുമോ എന്ന് വ്യക്തമാക്കിയതുമില്ല ഭഗവാൻ. സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലെ, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്നൊക്കെ പറഞ്ഞുള്ളൂ. അസ്യ ധർമ്മസ്യ സ്വൽപ്പമപി, ഈ കർമ്മയോഗമാകുന്ന ധർമ്മം നീ അല്പമെങ്കിലും അനുഷ്ഠിച്ചാൽ ത്രായതേ മഹതോ ഭയാത്, അത് നിന്നെ മഹത്തായ ഭയത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ആ മഹത്തായ ഭയം എന്താണ്, സംസാര ദുഃഖങ്ങൾ, മരണഭയം, അതാണെന്നൊന്നും എടുത്തു പറഞ്ഞില്ല ഭഗവാൻ. മഹതോ ഭയാത് ത്രായതേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതാണ് പരമമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കർമ്മയോഗം നിന്നെ പരമമായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്ന് വ്യക്തമാക്കി കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നത്. അപ്പോ ന തതയേവ ശ്രേയഃപ്രാപ്തിം ഉക്തവാൻ, കർമ്മയോഗം കൊണ്ട് ശ്രേയഃപ്രാപ്തി ഉണ്ടാകും, മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തതും ഇല്ല. തത് ഏതത് ആലക്ഷ്യ, അപ്പൊ ഇത് രണ്ടും കൂടി കേട്ടിട്ട് പര്യാകുലീഭൂത ബുദ്ധി അർജുന ഉവാച. പര്യാകുലീഭൂത ബുദ്ധി, നല്ലതുപോലെ പര്യാകുലീഭൂതം, പരിതഃ ആകുലീഭൂതം, നന്നായി ഉള്ളിൽ കിടന്ന് കറങ്ങണ് എന്നർത്ഥം. ആകുലമായി തീർന്നു, വല്ലാതെ കൺഫ്യൂസ്ഡായി എന്നർത്ഥം, പരവശനായി. സ്ഥിതപ്രജ്ഞ ലക്ഷണം, സന്യാസ ലക്ഷണം, ആ സന്യാസത്തിന്റെ മഹത്വം, ജ്ഞാനത്തിന്റെ മഹത്വം എല്ലാം എടുത്തു പറഞ്ഞ് അതിനെ പുകഴ്ത്തുകയും ചെയ്തിട്ട് അതിലൂടെ ബ്രഹ്മനിർവ്വാണം പ്രാപിക്കുന്നു എന്നും പറഞ്ഞ് ഭഗവാൻ നിർത്തി. പക്ഷേ കർമ്മമാർഗം അഥവാ പ്രവൃത്തി മാർഗം അഥവാ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ മോക്ഷം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞില്ല. അപ്പോൾ അതാണ് ഇവിടെ അർജുനന്റെ കൺഫ്യൂഷന് കാരണം. തദ്ദേതദാലക്ഷ്യ പര്യാകുലീഭൂത ബുദ്ധി അർജുന ഉവാച. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അർജുനൻ ചോദിച്ചു, പറഞ്ഞു എന്നാണ് ഇതിന് ആമുഖം. അപ്പൊ എന്താണ് അർജുനൻ ചോദിച്ചത് എന്നുള്ളത്, അർജുനന്റെ ആ ചോദ്യം 2 ശ്ലോകങ്ങള് തൃതീയ അധ്യായത്തിൽ ആരംഭിക്കുന്നു. അപ്പൊ അടുത്തൊരു പാരഗ്രാഫും കൂടി വായിക്കാം. അതിലൂടെ എന്തുകൊണ്ട് അർജുനന്റെ ചോദ്യം ഇവിടെ യുക്തം, ഇങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് വേറെ പലരും ചോദിക്കാം. അപ്പോൾ അതിന് ആചാര്യ ഭഗവത്പാദർ വ്യക്തമാക്കിക്കൊണ്ട് ഒരു പാരഗ്രാഫും കൂടി ഈ ഭാഷ്യം പറഞ്ഞിട്ട് പിന്നീട് ചർച്ചയ്ക്ക് വിടുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ വേറെ ചിലർക്ക് വേറെ ചില അഭിപ്രായമുണ്ട്, അവരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂർവപക്ഷം അവതരിപ്പിച്ച് അതിനെ എതിർത്തുകൊണ്ട് സിദ്ധാന്തപക്ഷം അവതരിപ്പിച്ച് വളരെയധികം ചർച്ച ചെയ്ത് കുറെ വിസ്തരിച്ച് ചർച്ച ചെയ്തിട്ട് അവസാനം ഭഗവാൻ ആചാര്യ ഭഗവത്പാദര് തൻ്റെ ഭാഗം സമർത്ഥിച്ചുകൊണ്ടാണ്
അദ്ദേഹം ഇതിൻ്റെ ശ്ലോകഭാഷ്യങ്ങളിലേക്ക് കടക്കുക, ഈ ശ്ലോകത്തിലേക്ക് കടക്കുക. അപ്പോൾ നമുക്ക് അത്രയും പോകേണ്ട കാര്യമില്ല. ഈ ഒരു അടുത്ത പാരഗ്രാഫും കൂടി ഒന്ന് വായിച്ചു നോക്കാം. കഥം ഭക്തായ ശ്രേയോർത്തിനെ യത് സാക്ഷാത് ശ്രേയസാധനം സാഖ്യബുദ്ധിനിഷ്ഠാം ശ്രാവയിത്വാ മാം കർമ്മണി ദൃഷ്ട അനേക അനർത്ഥയുക്തേ പാരമ്പര്യേണ അപി അനൈകാന്തിക ശ്രേയഃ പ്രാപ്തിബലേ നിയുഞ്ജാത് ഇതി യുക്തഃ പര്യാകുലീഭാവഃ അർജുനസ്യ തദനുരൂപഃ ച പ്രശ്നഃ ജായസി ചേദിത്യാദിഭിഃ പ്രശ്ന അപാകരണവാക്യം ച ഭഗവതാ ഉക്തം യഥോക്ത വിഭാഗ വിഷയേ ശാസ്ത്രേ. അപ്പോൾ എന്തുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ചോദിച്ചത് എന്നുള്ളതിനെ അർജുനനെ ന്യായീകരിച്ചുകൊണ്ട് ആചാര്യ ഭഗവത്പാദര് അർജുനന്റെ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്തിനാ അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? അർജുനന്റെ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയൊന്നും ഇല്ലല്ലോ എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അതിന് ആദ്യമേ ആചാര്യ ഭഗവത്പാദര് തടസ്സം ഇടുകയാണ്. എന്ന് വെച്ചാൽ അർജുനന്റെ ചോദ്യം പ്രസക്തമാണ്, അർജുനൻ ചോദിക്കുന്നതിന് അർജുനന്റേതായിട്ടുള്ള ന്യായം ഉണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെയാണ് ഭഗവാൻ കൊടുക്കുന്നത് എന്നും ആചാര്യ ഭഗവത്പാദരോട് പറയണം. അർജുനന്റെ ചോദ്യവും ന്യായം, അതിന് ഭഗവാൻ കൊടുക്കുന്ന ഉത്തരവും അതിന് കൃത്യമായിട്ട് തന്നെയാണ്. ഭഗവാന്റെ ഉത്തരത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. അർജുനന്റെ ചോദ്യം പ്രസക്തമാണ്, ന്യായമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ഒരാൾ ഉത്തരം പറയുന്നത് കേട്ടാൽ നമുക്കറിയാം ചോദ്യം ന്യായമായ ചോദ്യമാണോ എന്ന്, അല്ലേ? നമ്മുടെ അമിത്ഷാ വന്നിട്ട് ഒരു 8-9 ചോദ്യം ചോദിച്ചിട്ട് പോയി. വേറൊരാൾ അതിന് മറുപടി പയറത്ര അല്ല അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൊഞ്ഞനം കാണിക്കുക എന്ന് പറഞ്ഞില്ല, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഒരു സംവാദമല്ല, ശരിയായ രീതിയിലുള്ള ചോദ്യോത്തരമല്ല. ചോദ്യത്തിനല്ല ഉത്തരം, എന്തെങ്കിലും പറഞ്ഞ് തർക്കം മറുപടി പറയുക. ഇവിടെ അങ്ങനെയല്ല. യഥാർത്ഥമായിട്ട് അർജുനന്റെ ഉള്ളിലുണ്ടായ സംശയം തന്നെയാണ്. ആ സംശയത്തിൽ ന്യായം ഉണ്ട്. അർജുനൻ അങ്ങനെ സംശയിച്ചാൽ യാതൊരു തെറ്റുമില്ല, അത് റീസണബിൾ ആണ്, ലോജിക്ക് ഉണ്ട്. അതിന് ഭഗവാൻ കൊടുത്ത ഉത്തരവും ശരിയായ രീതിയിലാണ്, കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെയാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ളത് എന്നിവിടെ പറയുകയാണ്. അപ്പോൾ കഥം ഭക്തായ ശ്രേയോർത്തിനെ യത് സാക്ഷാത് ശ്രേയസാധനം സാഖ്യബുദ്ധിനിഷ്ഠാം ശ്രാവയിത്വാ മാം കർമ്മണി ദൃഷ്ട അനേക അനർത്ഥയുക്തേ പാരമ്പര്യേണ അപി അനൈകാന്തിക ശ്രേയഃ പ്രാപ്തിബലേ നിയുഞ്ജാദിതി യുക്തഃ പര്യാകുലീഭാവഃ അർജുനസ്യ. ഇവിടെ അർജുനസ്യ പര്യാകുലീഭാവഃ യുക്തഃ. അർജുനന്റെ പര്യാകുലീഭാവം, കൺഫ്യൂഷൻ, യുക്തം, യുക്തിയുണ്ട് അതിന്. ഇറ്റ് ഈസ് ഇവിടെ ആപ്റ്റാണ് അദ്ദേഹത്തിന്റെ സംശയം. സംശയത്തിന് ന്യായം ഉണ്ട്. എന്താ കാരണം? കഥം എന്നോട് ആരംഭിക്കും പറയുന്നുണ്ട്. എങ്ങനെയാണ് ശ്രേയോർത്തിനെ ഭക്തായ അർജുനൻ ശ്രേയോർത്തിയാണ്. അർജുനൻ ആദ്യമേ തന്നെ 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, യത് ശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. അപ്പൊ പറഞ്ഞിട്ടുണ്ട് യത് ശ്രേയസ്യാദ്, എന്താണ് ശ്രേയസ്കരമായിട്ടുള്ളത് അത് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തരൂ. ബ്രൂഹി തന്മേ ശിഷ്യഃ തേ അഹം, ഞാൻ അങ്ങേക്കിതാ ശിഷ്യപ്പെടുന്നു. സാധിമാം, എന്നെ ഉപദേശിച്ചാലും. ത്വാം പ്രപന്നം, അങ്ങയെ ശരണം പ്രാപിച്ചവനെ. അപ്പൊ അങ്ങയെ ശരണം പ്രാപിച്ച എന്നെ വേണ്ട രീതിയിൽ ഉപദേശിച്ച് എനിക്ക് ശ്രേയസ്സിനെ പറഞ്ഞു തന്നാലും ശ്രേയോ മാർഗം ഉപദേശിച്ചാലും എന്ന് അർജുനൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ശ്രേയോർത്തിനെ ഭക്തായ. ശ്രേയോർത്തിയാണ്, ഭക്തനുമാണ്. ഭക്തൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ളവൻ, അനുസരണയുള്ളവൻ, ആദരവുള്ളവൻ, അല്ലേ? അഭക്തന്മാരോട് ഇതൊന്നും പറഞ്ഞു കൊടുത്തുകൂടാ. ഭഗവാൻ തന്നെ ഈ ഗീതയുടെ അവസാനം അർജുനനോട് പറയും, അർജുന, ഞാൻ നിനക്ക് ഉപദേശിച്ച ഇതൊന്നും നീയെ ശ്രദ്ധയില്ലാത്തവർക്ക്, ഭക്തിയില്ലാത്തവർക്ക്
എന്താ പറയുക, മത്സര ബുദ്ധിയുള്ളവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അവർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കാൻ അർഹതയില്ല. അവർക്കൊന്നും പറഞ്ഞാൽ തിരിയൂല്ല അതൊന്നും. നമ്മുടെ ഉദാഹരണം പറഞ്ഞ പോലെ നമ്മുടെ പിണറായിയോട് ചോദ്യം ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ വല്ല മറുപടിയും പറയുമോ? അയാൾ അർഹിക്കുന്നില്ല, ചോദ്യങ്ങളും അർഹിക്കുന്നില്ല, ബഹുമാനവും അർഹിക്കുന്നില്ല. അപ്പം അതുപോലെയുള്ള ആളുകളോടൊന്നും നമ്മൾ തർക്കത്തിന് പോകാതിരിക്കുകയാണ് നല്ലത്. അതാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ നാറ്റിച്ചു കളയും അവരോടൊക്കെ തർക്കത്തിന് പോയാൽ. നമ്മൾ നല്ല കാര്യങ്ങളാണ് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക, പക്ഷെ മറുപടിയായിട്ട് നമ്മളെ തെറി വിളിക്കുകയായിരിക്കും അവർ ചെയ്യുക. അതുകൊണ്ട് അങ്ങനെയുള്ളവരോടൊന്നും നമ്മൾ തർക്കത്തിന് പോയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള ആളല്ല അർജുനൻ. അർജുനനോട് ഭക്തനും കൂടിയാണ് എന്ന് ആചാര്യ ഭഗവത്പാദർ പറയുകയാണ്. ശ്രേയോർത്തിനെ ഭക്തായ യത് സാക്ഷാൽ ശ്രേയസ് സാധനം. ശരിക്കും മോക്ഷത്തിനുള്ള മാർഗം അതേതാണ്? ഡയറക്റ്റ് മോക്ഷം നൽകുന്നത് സാഖ്യബുദ്ധിനിഷ്ഠ. സാഖ്യബുദ്ധി എന്നാൽ ജ്ഞാനനിഷ്ഠ. അപ്പോൾ ആ ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ. ജ്ഞാനാദേവതു കൈവല്യം. അഹമസ്മി പരം ബ്രഹ്മ. ഈ ഒരു ബോധമാണ് മോക്ഷം. ഈ ബോധം ഉറക്കലാണ് മോക്ഷം. അത് കർമ്മയോഗത്തിൽ നിന്നല്ല ഉണ്ടാവുന്നത്, അത് ജ്ഞാനമാർഗത്തിലാണ് ഉണ്ടാവുന്നത്, ജ്ഞാനനിഷ്ഠയിലാണ് ഉണ്ടാകുന്നത്. അപ്പം ജ്ഞാനോപദേശത്തു നിന്നാണ് അത് ഉണ്ടാവുക. അപ്പം അതാണ് സാഖ്യബുദ്ധി നിഷ്ഠാം ശ്രേയസ് സാധനം. അതാണ് സാക്ഷാത് ശ്രേയസ് സാധനം. സാക്ഷാത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എന്നർത്ഥം. ഡയറക്റ്റായിട്ട് മോക്ഷത്തിന് ജ്ഞാനം മാത്രമാണ് മാർഗം. കാരണം എവിടുന്നാണ് മോക്ഷം വേണ്ടത്? അജ്ഞാനത്തിൽ നിന്നാണ് മോക്ഷം വേണ്ടത്. അല്ലാതെ യഥാർത്ഥത്തിൽ നമ്മളാരും കെട്ടിയിടപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മളാരും കെട്ടിയിടപ്പെട്ടിട്ടില്ല. കെട്ടിയിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഴിച്ചു മാറ്റണം. ഇവിടെ കെട്ടിയിടപ്പെട്ടു എന്നുള്ള ശങ്ക മാത്രമേ ഉള്ളൂ, നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ. നമ്മൾ ബദ്ധരാണ് എന്നുള്ള ശങ്ക മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ കെട്ടിയിടപ്പെട്ടിട്ടില്ല, നമ്മൾ ഇപ്പോഴും മുക്തരാണ്. അപ്പൊ ഇപ്പോഴും മുക്തരായിട്ടുള്ള നമ്മളെ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ശങ്ക ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ്. ആ അജ്ഞാനത്തെ മാത്രമേ ഇല്ലാതാക്കേണ്ടതുള്ളൂ. ആ അജ്ഞാനത്തെ നീക്കാനുള്ള മാർഗം ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതിന് കർമ്മമല്ല മാർഗം, അതിന് മറ്റേ ജ്ഞാനം മാത്രമാണ് മാർഗം. കാരണം അജ്ഞാനത്തിന്റെ ശത്രു ജ്ഞാനം മാത്രമാണ്. ഇരുട്ടിന്റെ ശത്രു വെളിച്ചം മാത്രമാണെന്നതുപോലെ അജ്ഞാനത്തിന് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, ജ്ഞാനം മാത്രം. അതുകൊണ്ട് മോക്ഷം ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ശാസ്ത്രങ്ങൾ എല്ലാം ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഈ ജ്ഞാന സമ്പാദനത്തിന് നമ്മളെ പാകപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള സാധനങ്ങളാണ്. ഈ ജ്ഞാനം നമുക്ക് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു പാകത നമുക്കുണ്ടാവാൻ വേണ്ടി മാത്രമാണ് ബാക്കിയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും, എല്ലാ കർമ്മങ്ങളും നമ്മുടെ ചിത്തശുദ്ധിക്ക്, നമ്മുടെ പാകതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നതു വസ്തുപലബ്ധയേ, വസ്തു ലഭിക്കാൻ വേണ്ടിയിട്ടല്ല. വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഹി. എത്ര കർമ്മം ചെയ്താലും കിട്ടാനുള്ള വസ്തുവല്ല ഈ ആത്മാ. കാരണം അത് നിത്യസിദ്ധമായിട്ടുള്ള വസ്തുവാണ്. അതിനെ കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ടതല്ല. അത് വിചാരം കൊണ്ട് മാത്രം സാധിക്കേണ്ടതാണ്. അപ്പോൾ വിചാരമാർഗമാണ്, ജ്ഞാനമാർഗമാണ്, സാഖ്യമാർഗമാണ് ഡയറക്റ്റായിട്ട് ശ്രേയസാധനം. ഇമ്മീഡിയറ്റ് ശ്രേയസ്സിനായിക്കൊണ്ട് നേരിട്ട് നമ്മളെ മോക്ഷമാർഗത്തിൽ, മോക്ഷ പദവിയിലേക്ക് കയറ്റുന്നത് സാഖ്യബുദ്ധിനിഷ്ഠമാണ്. അതിനെ ശ്രാവയിത്വ, അത് കേൾപ്പിക്കുകയും ചെയ്തു ഭഗവാൻ. സാഖ്യശാസ്ത്രം നമ്മുടെ ഭഗവാൻ ഉപദേശിച്ചു, ആരംഭത്തിലും ഉപദേശിച്ചു, അവസാനത്തിലെ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലൂടെയും കുറെ കാര്യങ്ങൾ ഈ ജ്ഞാനനിഷ്ഠയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സാഖ്യബുദ്ധിനിഷ്ഠാം ശ്രാവയിത്വ, അത് കേൾപ്പിക്കുകയും ചെയ്തു, അർജുനനെ കൊതി പിടിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കേട്ടോ മോക്ഷമാർഗം. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി. ഇതാണ് ബ്രാഹ്മീ സ്ഥിതി. ഇത് പ്രാപിച്ചാൽ മാത്രമേ ഇനിയൊരു മോഹമില്ലാതിരിക്കുള്ളൂ. സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണം പൃച്ഛതി എന്നും പറഞ്ഞ് ആ സാഖ്യമാർഗത്തിന്റെ, ജ്ഞാനമാർഗത്തിന്റെ മഹത്വത്തെ ശ്രാവയിത്വ, കേൾപ്പിച്ചിട്ട്, കൊതിപ്പിച്ചിട്ട്, അതിന്റെ പരസ്യമൊക്കെ കൊടുത്തിട്ട്
എന്നിട്ടോ അർജുനനെ എന്താ പറഞ്ഞ കർമ്മണ്യവാധികാരസ്ഥയെന്ന് അല്ലേ? അപ്പൊ അതാണ് ഇവിടെ മാം കർമ്മണി, എന്നെ കർമ്മത്തില്, എങ്ങനെയുള്ള കർമ്മത്തില്? ദൃഷ്ട അനേക അനർത്ഥയുക്തേ. ഏത് കർമ്മം എടുത്താലും അതിലൊക്കെ അനേക അനർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പരമ്പരകളായിട്ട്. കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ ഒന്ന് ശാരീരികമായിട്ടുള്ള ക്ലേശമാണ്, നമുക്ക് ഊർജനഷ്ടം, സമയനഷ്ടം, മറ്റു പലതും നഷ്ടാവും. കർമ്മം ചെയ്യാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ കൊതി കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ദൃഷ്ട അനേക അനർത്ഥയുക്ത, പ്രത്യക്ഷമായി അനേക അനർത്ഥങ്ങളോട് ചേർന്നതാണ് കർമ്മങ്ങൾ. അതിപ്പോ അർജുനന്റെ കർമ്മത്തെ എടുത്തു പറഞ്ഞാലോ മഹായുദ്ധത്തിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്. അതാണ് അർജുനൻ ചോദിക്കാൻ പോകുന്നതും. അപ്പോൾ അനേക അനർത്ഥങ്ങളാണ് ഏത് കർമ്മം എടുത്താലും. അങ്ങനെയുള്ള അനേക അനർത്ഥയുക്തേ, അതുപോലെ പാരമ്പര്യേണ അപ്പി അനേകാന്തിക ശ്രേയപ്രാപ്തി ഫലേ, പാരമ്പര്യേണ പോലും എന്ന് പറഞ്ഞാൽ ഓരോന്ന് ക്രമത്തിൽ എടുത്ത് ഓരോ കർമ്മം ചെയ്ത് അതിന്റെ ക്രമത്തിൽ നോക്കിയാലും ഒറ്റ ലക്ഷ്യമല്ല, ഏകാന്തികമായിട്ടുള്ള ശ്രേയപ്രാപ്തി ഫലമല്ല, അനൈകാന്തികം. അനൈകാന്തികം എന്ന് പറഞ്ഞാൽ ഒന്നല്ല അതിന്റെ ഫലം, ഒരു കർമ്മത്തിന്റെ ഫലം അനേകമാണ്. അങ്ങനെയുള്ള അനേകമായിരിക്കുന്ന കർമ്മത്തിൽ എന്ന് വെച്ചാൽ ഓരോ കർമ്മത്തിനും ഓരോ ഫലം, പലതാണ് ലക്ഷ്യം. അപ്പൊ കർമ്മത്തിന് ഒരു ലക്ഷ്യമല്ല. അങ്ങനെയുള്ള കർമ്മത്തിൽ എന്നെ എന്തിനാണ് നിയോഗിക്കുന്നത്? അതാണ് പാരമ്പര്യേണ അപി അനൈകാന്തിക ശ്രേയപ്രാപ്തി ഫലേ നിയുഞ്ജ്യാത് മാം നിയുഞ്ജ്യാത് മാം കർമ്മണി നിയുഞ്ജ്യാത്, എന്നെ കർമ്മത്തിൽ നിയോഗിക്കുന്നത് ഇതി ഇപ്രകാരമുള്ള പര്യാകുലീഭാവഃ അർജുനസ്യ യുക്തഃ. ഈ പര്യാകുലീഭാവം, ഈ ഒരു സംശയം അർജുനന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ന്യായം. തദനുരൂപഃ ച പ്രശ്നഃ, അതിനനുസരിച്ച് തന്നെയാണ് അർജുനന്റെ ചോദ്യം. ആ ഉള്ളിലുള്ള പര്യാകുലീഭാവത്തെ ക്ലിയർ ആയിട്ട് അർജുനൻ വെട്ടി തുറന്ന് അവതരിപ്പിക്കുന്നു, യാതൊരു വളച്ചുകെട്ടുമില്ലാതെ. അതാണ് തദനുരൂപഃ ച പ്രശ്നഃ. എന്താ പ്രശ്നം? ജായസേ ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന എന്നിങ്ങനെ ആരംഭിച്ചുകൊണ്ട് ജായസി ചേത് ഇത്യാദിഭിഹി, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിമാർഗം, ജ്ഞാനമാർഗം എന്ന് ജനാർദ്ദന അങ്ങ് പറഞ്ഞുവല്ലോ. ശ്രേഷ്ഠമായ മാർഗത്തെ പറഞ്ഞിട്ട് എന്നെ എന്തിനാ അപരമായ മാർഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള അർജുനന്റെ ചോദ്യം ന്യായം, യുക്തം. അപ്പൊ പ്രശ്ന അപാകരണ വാക്യം ച ഭഗവതാ ഉക്തം. അർജുനന്റെ പ്രശ്നത്തെ അപാകരണവാക്യം, ആ പ്രശ്നത്തെ നീക്കുന്ന, അപാകരണം എന്ന് പറഞ്ഞാൽ നീക്കിക്കളയുക, ആ ചോദ്യത്തെ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന്റെ സംശയത്തെ നീക്കുന്ന രീതിയിൽ തന്നെയാണ് ഭഗവാൻ ശാസ്ത്രത്തിൽ ഇനി പറയാൻ പോകുന്നത്. ഭഗവതാ ഉക്തം യഥോക്ത വിഭാഗ വിഷയേ ശാസ്ത്രേ. ഈ പറയപ്പെട്ടതായിട്ടുള്ള വിഭാഗ വിഷയം, ഒന്ന് പ്രവൃത്തി വിഷയം, മറ്റൊന്ന് നിവൃത്തി വിഷയം, ഒന്ന് കർമ്മയോഗം, മറ്റൊന്ന് ജ്ഞാനയോഗം എന്നിങ്ങനെയുള്ള രണ്ട് വിഭാഗത്തെക്കുറിച്ച് പറയുന്ന ശാസ്ത്രത്തിൽ ഭഗവാൻ അതിനെ എടുത്തു തന്നെ മറുപടി പറയുന്നു. അപ്പോൾ അർജുനൻ ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ച് പറയാനാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഭഗവാൻ രണ്ടിനെ പറഞ്ഞിട്ട് രണ്ടാണ് ആദ്യം ഉത്തരം പറയുന്നത്. അർജുന, രണ്ട് മാർഗങ്ങളുണ്ട്, കർമ്മയോഗവും ജ്ഞാനയോഗവും എന്ന് മറുപടി പറഞ്ഞിട്ട്, പക്ഷെ പിന്നീട് അർജുനനെ ആ ഒന്നിലേക്ക് കൊണ്ടുപോയി ആ ഒന്നിൽ നിന്ന് മോക്ഷമാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം കർമ്മമാർഗത്തെ ഉപദേശിച്ച് പിന്നീട് കർമ്മമാർഗത്തിലൂടെ പാകത വന്ന് ജ്ഞാനമാർഗത്തിലേക്ക് അർജുനനെ നയിക്കുന്നുണ്ട് ഭഗവാൻ. പക്ഷെ ആദ്യം ഭഗവാൻ രണ്ടുണ്ട് എന്ന് പറയുന്നു. ഒന്ന് പറയാൻ പറഞ്ഞ ആളോട് ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് അർജുനന്റെ ചോദ്യം. പക്ഷെ ഭഗവാൻ പറയുന്നു രണ്ടുണ്ട് എന്ന്. എന്നിട്ട് അർജുനനെ പിന്നെയും കർമ്മത്തിലേക്ക് തന്നെയാണ് ഭഗവാൻ പ്രേരിപ്പിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് ഭഗവാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് കർമ്മയോഗം എന്നുള്ള 3-ാമത്തെ അധ്യായത്തിലെ വിഷയം. എന്തുകൊണ്ട് അർജുനന് കർമ്മയോഗം പ്രിസ്ക്രൈബ് ചെയ്തു? അർജുനന് സൂട്ടബിൾ ആയിട്ടുള്ള ഇപ്പോഴുള്ള അവസ്ഥ, അർജുനന്റെ ഇപ്പോഴത്തെ പാകതയ്ക്ക് അനുസരിച്ച് കർമ്മയോഗം മാത്രമാണ് സൂട്ടബിൾ.
ജ്ഞാനയോഗം അർജുനന് ഇപ്പോൾ അനുഷ്ഠിക്കുവാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തുവാനുള്ള പാകതയായിട്ടില്ല, അതിനുള്ള മെച്ചൂരിറ്റി ആയിട്ടില്ല, അത്രയും ഇവല്യൂഷൻ അർജുനന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല, ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. ആ തലത്തിലേക്ക് ആദ്യം എത്തിക്കണം. ഈ ജ്ഞാനമാർഗത്തിൽ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ളൊരു വലിപ്പം അർജുനന്റെ ബുദ്ധിക്കും ഹൃദയത്തിനും ആയിട്ടില്ല. അപ്പം അതിനു വേണ്ടി പാകപ്പെടുത്താൻ കർമ്മയോഗം അല്ലേ? എങ്ങനെയാണോ ഒരു കൃഷി ചെയ്യാൻ വേണ്ടി ഒരാൾ കുറച്ച് വിത്തെടുത്തുകൊണ്ട് വന്നിട്ട് ആ പറമ്പിൽ അങ്ങോട്ട് വിതയ്ക്കാൻ പോകുമ്പോൾ വേറൊരാൾ വന്ന് തടയാണ്. നിൽക്കൂ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ ഈ വിത്ത് വിതയ്ക്കാൻ പോവാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിവരമുള്ള ആളാണ് ഈ തടയുന്നത്. വിത്ത് വിതയ്ക്കാൻ വരട്ടെ. എന്ത് വേണം? ആദ്യം ആ വിത്ത് വിതയ്ക്കണമെങ്കിൽ ആ മണ്ണൊരുക്കാനുണ്ട്. മണ്ണൊരുക്കിയതിന് ശേഷം അതിൽ അത്യാവശ്യം എന്തെങ്കിലും വളങ്ങളൊക്കെ കൂട്ടണമെങ്കിൽ അതുമൊക്കെ കൂട്ടി പാകപ്പെടുത്തിയ മണ്ണിൽ വേണം കൃത്യമായിട്ടുള്ള ആ വിത്ത് വിതയ്ക്കാനുള്ളതായിട്ടുള്ള പദ്ധതി ചെയ്യേണ്ടത്. അപ്പോൾ നേരിട്ട് പാറ പോലെ ഉറച്ചു കിടക്കുന്നതായിട്ടുള്ള മണ്ണിൽ വിത്ത് വിതച്ചാൽ അത് മുളയ്ക്കുമോ? അഥവാ മുളച്ചാൽ തന്നെ അത് വേണ്ട പോലെ വളർന്നു വരുമോ? അതിന് ആയുസ്സുണ്ടാകുമോ? അത് ഫലം തരുമോ? ഒന്നുമില്ല. അപ്പം ആദ്യം മണ്ണൊരുക്കണം. മണ്ണൊരുക്കിയിട്ട് വേണം വിത്ത് വിതയ്ക്കാൻ. അപ്പം ആ മണ്ണൊരുക്കലാണ് ഇവിടെ ആദ്യം കർമ്മയോഗം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പാകമാക്കലാണ്. ഈ ജ്ഞാനത്തിൻ്റെ തത്വമസ്യാദി മഹാവാക്യമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ അത് അഹം ബ്രഹ്മാസ്മി എന്ന ബോധമാകുന്ന ഫലം നൽകാൻ ആ മണ്ണിന് വളവും പാകതയും ഒക്കെ വേണം. അവിടെ നിന്ന് ആ അഹം ബ്രഹ്മാസ്മി എന്ന ഫലം ഉണ്ടാകാനുള്ള ജ്ഞാനവൃക്ഷം വളരണം. അപ്പോൾ അതിന് ഇപ്പോഴുള്ള അവസ്ഥയിൽ വിത്ത് വിതച്ചാൽ ആ വിത്ത് അടുത്ത മഴയ്ക്ക് ഒലിച്ചു പോകും, അല്ലെങ്കിൽ വല്ല പക്ഷികളും കൊത്തി തിന്നുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് അത് ചിലപ്പോൾ മുളച്ചു എന്ന് വരും, പക്ഷേ അതിന് വേരൊന്നും താഴേക്ക് ഇറങ്ങില്ല അല്ലേ? അങ്ങനെ പലതരത്തിൽ അത് നശിച്ചു പോകും, ഫലം തരാൻ വൃക്ഷമാവുമൊന്നുമില്ല. അപ്പം അതുപോലൊരു പാകത അന്ധക്കരണത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അന്ധക്കരണം ശുദ്ധമാകേണ്ടതുണ്ട്, വിശാലമാകേണ്ടതുണ്ട്, സൂക്ഷ്മമാകേണ്ടതുണ്ട്. ഈ വലിയ വേദാന്ത തത്വങ്ങൾ, ആ മഹാവാക്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വികസിക്കുവാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവണം. അതല്ലെങ്കിൽ ആ വിത്ത് വിതച്ചാൽ അത് മുളച്ചാലും അത് ചുരുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നശിച്ചു പോകും, അത് ഫലം നൽകില്ല. അപ്പോൾ അതാണ് ഇവിടെ കർമ്മയോഗത്തിൻ്റെ പ്രസക്തി. കർമ്മയോഗം ഡയറക്റ്റ്, ഇപ്പോൾ കന്നുപൂട്ടിയത് ഡയറക്റ്റ് നിങ്ങൾക്ക് കൊയ്യാൻ പറ്റില്ല. കന്നുപൂട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ നിലം പാകപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് കൊയ്യാറായിട്ടില്ല. വിത്ത് വിതച്ചാലേ ആ വിത്ത് ഫലമായാൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കന്നുപൂട്ടൽ പ്രാഥമികമായിട്ടുള്ള ഒരു പ്രവൃത്തി, വിത്ത് വിതയ്ക്കൽ അതിൻ്റെ രണ്ടാം പ്രവൃത്തി. അത് കഴിഞ്ഞത് ഫലം നൽകുമ്പോൾ അത് നമുക്കെടുക്കാം. അപ്പോൾ വിത്തിൽ നിന്നേ ഫലം ഉണ്ടാവുള്ളൂ. കന്നുപൂട്ടിയതുകൊണ്ട്, പാടം ഉഴുതതുകൊണ്ട്, അല്ലെങ്കിൽ കിളച്ച് മറിച്ചതുകൊണ്ട് ഫലം നൽകാൻ പോകുന്നില്ല. ഫലത്തിന് വിത്ത് തന്നെ വേണം. അതുപോലെയാണ് ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ മോക്ഷമുള്ളൂ. പക്ഷേ ആ ജ്ഞാനം നമ്മിലേക്ക് വേണ്ട രീതിയിൽ ഫലിക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾക്ക് അന്ധക്കരണത്തിന് പാകത ഉണ്ടാകണം, ശുദ്ധി ഉണ്ടാകണം, മെച്യൂരിറ്റി ഉണ്ടാകണം, വിശാലത ഉണ്ടാകണം, സൂക്ഷ്മത ഉണ്ടാകണം, മാലിന്യങ്ങളില്ലാതെ, കളങ്കങ്ങളില്ലാതെ ആ ഒരു നൈർമല്യം ഉണ്ടാവണം. അപ്പോൾ അതിലേക്കാണ് കർമ്മയോഗം നമ്മെ പാകപ്പെടുത്തുക. അപ്പോൾ അതാണ് ഈ 2 പാരഗ്രാഫിൽ നിന്ന്. പിന്നീടുള്ളത് തർക്കത്തിലേക്ക് പോവുകയാണ്. കേജിത് വേറെ ചിലർ
അർജുനസ്യ പ്രശ്നാർത്ഥം അന്യതാ കൽപ്പയിത്വാ തത് പ്രതികൂലം ഭഗവതഃ പ്രതിവചനം വർണ്ണയന്തി. അർജുനന്റെ ചോദ്യത്തെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് അതിന്റെ മറുപടിയായി ഭഗവാന്റെ മറുപടിയെ വേറെ രീതിയിൽ വർണ്ണിക്കണം. അപ്പോ എന്താ പറയുക, അർജുനൻ പയറെത്ര എന്ന് ചോദിച്ചല്ല, എന്താ അരിയത്ര എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പയറഞ്ഞാഴി എന്ന് പറഞ്ഞു എന്ന് വേറെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. അർജുനന്റെ ചോദ്യത്തിനനുസരിച്ചല്ല ഭഗവാന്റെ ഉത്തരം. അർജുനൻ എന്തോ ചോദിച്ചു, ഭഗവാൻ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിലര് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് ശങ്കരാചാര്യരുടെയും മുമ്പിലുള്ള വ്യാഖ്യാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും ഉണ്ടാവും. തോന്നിയവാസികൾ പലതും വ്യാഖ്യാനിക്കും, അതിലൊന്നും യുക്തിയില്ല. ആചാര്യ ഭഗവത്പാദരാണ് യുക്തിയുടെ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ യുക്തിയുടെ മുമ്പിൽ ബാക്കിയുള്ളവരുടെയൊക്കെ എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും അത് കെട്ടഴിഞ്ഞ് നിസാരമായി പോകും. അതുകൊണ്ട് യുക്തിയുടെ രാജാവാണ് ആചാര്യ ഭഗവത്പാദർ. ഏറ്റവും വലിയ യുക്തിവാദി ആരാന്ന് ചോദിച്ചാൽ ആചാര്യ ഭഗവത്പാദരെ കഴിച്ചിട്ടേ ഉള്ളൂ ഒരു യുക്തിവാദി. അദ്ദേഹം യുക്തിയില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള യുക്തിയുണ്ട്. അപ്പോ ശ്ലോകത്തിലേക്ക് കടക്കാം. അർജുനന്റെ ചോദ്യം, ഒന്നാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ തൃതീയോധ്യായഃ. കർമ്മയോഗഃ. അർജുന ഉവാച. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുന ഉവാച. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുന ഉവാച. അർജുനൻ ചോദിച്ചു, പറഞ്ഞു. എന്ത് ചോദിച്ചു? ഭഗവാനെ ജനാർദ്ദന എന്നും കേശവ എന്നും രണ്ട് സംബോധനയുണ്ട്. അർജുനന് ഭഗവാന്റെ ഈ പേരൊക്കെ അറിയുമായിരിക്കുമോ? അറിയില്ല. എന്തായാലും അർജുനൻ വിളിക്കുന്നു ജനാർദ്ദന കേശവ. വ്യാസൻ ഈ രീതിയിൽ രചിച്ചു വെച്ചതും ആവാം. ജനാർദ്ദന ശബ്ദത്തിന് പല അർത്ഥങ്ങളാണ്. ദുഷ്ടജനങ്ങളെ അർദ്ദിക്കുന്നവൻ, മർദ്ദിക്കുന്നവൻ, നിഗ്രഹിക്കുന്നവൻ, പീഡിപ്പിക്കുന്നവൻ എന്നൊക്കെ ഒരർത്ഥം. കംസാദി ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുന്നവൻ, അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ എന്നും സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം. ജനാ എന്ന ശബ്ദത്തിന് അജ്ഞാനം എന്നർത്ഥമുണ്ട്. അതിനെ അർദ്ദിക്കുന്നവൻ, അജ്ഞാനനാശകൻ. അപ്പോൾ രണ്ടർത്ഥവും ഇവിടെ ചേരും. ഭഗവാനോട് എന്നെ ഈ ഘോരകർമ്മങ്ങളിൽ എന്തിനാ നിയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഈ പിതാമഹനെയും ഗുരുവിനെയൊക്കെ കൊല്ലാനല്ലേ എന്നോട് പറയുന്നത്? അങ്ങ് കൊന്നത് ദുഷ്ടന്മാരെയാണ്. ദുഷ്ടന്മാരെ നിഗ്രഹിച്ചവൻ ജനാർദ്ദനൻ. വളരെ ദുഷ്ടന്മാരായ അസുര സ്വഭാവമുള്ള ആളുകളെയാണ് അങ്ങ് കൊന്നത്. ഞാൻ കൊല്ലേണ്ടത്, എന്നെ കൊണ്ട് കൊല്ലാൻ പറയുന്നത് എൻ്റെ പിതാമഹനായിട്ടുള്ള ഭീഷ്മരെയും എൻ്റെ ഗുരുവര്യനായിട്ടുള്ള ദ്രോണരെയും കൃപരെയും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ആശയം ആ ജനാർദ്ദന എന്നുള്ള സംബോധനയിൽ ഉണ്ടാവും. മറ്റൊരർത്ഥത്തിൽ എൻ്റെ ഈ അജ്ഞാനത്തെ നീക്കിത്തരൂ എന്നുള്ള അർത്ഥത്തിലും ജനാർദ്ദന എന്ന് സംബോധന. അങ്ങ് അജ്ഞാനനാശകനല്ലേ, എൻ്റെ ഉള്ളിലുള്ള ഈ അജ്ഞാനത്തെ, ഈ ഇരുട്ടിനെ നീക്കിത്തരൂ എന്നുള്ള അർത്ഥത്തിലും ജനാർദ്ദന. അതുപോലെ കേശവ എന്നുള്ളതിനും കേശി എന്ന അസുരനെ നിഗ്രഹിച്ചതുകൊണ്ട്
കേശവൻ എന്ന് ഭഗവാന് പേരുണ്ടായി എന്ന പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ ആനന്ദസ്വരൂപൻ എന്നർത്ഥമുണ്ട്. ജ്ഞാനമൂർത്തി, ആനന്ദസ്വരൂപൻ. കം എന്നതുകൊണ്ട് സുഖം എന്നർത്ഥമാണ്, ആനന്ദം എന്നർത്ഥമാണ്. അതിൻ്റെ സപ്തമിയാണ് കെ. ശേതി ഇതി കേശവ. അപ്പൊ കം എന്നുള്ളതിന് വെള്ളം എന്നും അർത്ഥമുണ്ട്. വെള്ളത്തിൽ കിടക്കുന്നവൻ കേശവൻ, നാരായണൻ. പ്രളയകാലത്ത് വെള്ളത്തിൽ കിടക്കുന്നവൻ കേശവൻ. അങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോഴും ഭഗവാൻ ആനന്ദസ്വരൂപനായിട്ട് കിടക്കുകയാണ്. യോഗനിദ്രയാണ്, സമാധിയിലാണ്, ആനന്ദനിദ്രയാണ്. അതുകൊണ്ട് രണ്ടർത്ഥത്തിലും വെള്ളത്തിൽ കിടക്കുന്നവൻ, ആനന്ദശയനം ചെയ്യുന്നവൻ. ആനന്ദശയനം ചെയ്യുന്നവൻ, യോഗനിദ്രയിൽ പൂർണ്ണതയോടുകൂടി ശയിക്കുന്നവൻ, ആനന്ദത്തിൽ ശയിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആ അർത്ഥമൊക്കെ ഇവിടെ സൂക്ഷ്മമായിട്ട് ചേരും. അങ്ങ് മാത്രം ആനന്ദത്തിലിരിക്കുക, എന്നെ എന്തിനായി പെടാപാടുപെടുത്തുന്നത് എന്നുള്ള ഒരു സൂചനയൊക്കെ അർജുനന് ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയുമെങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പൊ എന്താ അവിടെ അർജുനൻ ചോദിക്കുന്നത്? ജായസി ചേത് കർമ്മണഃ തേ മതാ ബുദ്ധിഹി ജനാർദ്ദന. ഇവിടെ കർമ്മണഃ എന്ന് പറഞ്ഞാൽ കർമ്മത്തെക്കാൾ എന്ന് പഞ്ചമ്യ അർത്ഥമാണ്. കർമ്മശബ്ദത്തിന്റെ പഞ്ചമിയാണ് ഇവിടെ കർമ്മണഃ. അപ്പോൾ കർമ്മത്തെക്കാൾ എന്ന അർത്ഥത്തില് കർമ്മത്തെക്കാൾ ബുദ്ധിഹി, ബുദ്ധിഹി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജായസി ഇതി തേ മതാ ചേത്, കർമ്മത്തെക്കാൾ ജ്ഞാനമാർഗം ജായസി. ജായസി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്. ജായാൻ എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠൻ എന്നർത്ഥമാണ്. ജ്യേഷ്ഠൻ, ശ്രേഷ്ഠൻ എന്നുള്ളതിന് ജായാൻ എന്ന് പറയും. ഇവിടെ ബുദ്ധിഹി എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് ജായസി എന്നുള്ള സ്ത്രീലിംഗ ശബ്ദം പ്രയോഗിച്ചു. ജായാൻ എന്ന് പുല്ലിംഗം, ജായസി എന്നുള്ളത് സ്ത്രീലിംഗം. എന്തുകൊണ്ട് സ്ത്രീലിംഗം? ബുദ്ധിഹി സ്ത്രീലിംഗമായതുകൊണ്ട്. ബുദ്ധി കർമ്മത്തിന്റെ ചേട്ടത്തിയാണ് എന്ന് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ, പച്ചയ്ക്ക് പറഞ്ഞാല് അല്ലേ, ബുദ്ധി കർമ്മത്തെക്കാൾ ചേട്ടത്തിയാണ്, ജ്യേഷ്ഠത്തിയാണ്, ശ്രേഷ്ഠത്തിയാണ്, മൂത്തവളാണ്, കേമത്തിയാണ് എന്നൊക്കെയുള്ള അർത്ഥം. ബുദ്ധിഹി എന്നുള്ള സ്ത്രീലിംഗമായതുകൊണ്ട് ജായസി എന്ന സ്ത്രീലിംഗം. മതാ ചേത്, തേ മതാ ചേത്, തേ മതാ എന്ന് പറഞ്ഞാൽ ഇവിടെ മത എന്നുള്ളതും മതം എന്നുള്ള ശബ്ദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് മതാ എന്നത്. അങ്ങയുടെ അഭിപ്രായം എങ്കിൽ, അങ്ങേക്ക് സമ്മതാ ചേത്, അങ്ങയുടെ അഭിപ്രായം, അങ്ങയുടെ അഭിപ്രായത്തിൽ ജ്ഞാനമാർഗമാണ് കർമ്മമാർഗത്തെക്കാൾ ശ്രേഷ്ഠമായത് എന്നെങ്കിൽ, അങ്ങ് പറഞ്ഞു. അതിൽ നിന്ന് 2-ാം അധ്യായത്തിൽ അങ്ങ് വളരെ ഗംഭീരമായിട്ട് ജ്ഞാനമാർഗത്തെ പുകഴ്ത്തി, സാഖ്യമാർഗത്തെ പുകഴ്ത്തി, സന്യാസിമാരെ പുകഴ്ത്തി, സ്ഥിതപ്രജ്ഞന്മാരെ പുകഴ്ത്തി. അപ്പൊ ജ്ഞാനമാർഗത്തെ പുകഴ്ത്തി പറഞ്ഞു. അതുകൊണ്ട് തന്നെ വ്യക്തം, അങ്ങയുടെ അഭിപ്രായത്തിൽ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമാർഗം എന്ന്. എന്നിട്ട് തത്, തത് എന്ന് പറഞ്ഞാൽ ഇവിടെ തസ്മാത്, ദർഫോർ, എന്നിട്ടും എന്നൊക്കെ അർത്ഥത്തിലാണ്. തഥാപി എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കാം. അങ്ങനെയൊക്കെ ആയിട്ടും അങ്ങയുടെ അഭിപ്രായത്തിൽ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമാർഗം, എന്നിട്ടും കിം കർമ്മണി ഘോരേ മാം നിയോജയസി. അപ്പോ മാം, എന്നെ, ഘോരേ കർമ്മണി നിയോജയസി കിം, ഘോരമായ കർമ്മത്തിലേക്ക് എന്നെ നിയോജിക്കുന്നത് എന്തുകൊണ്ട്, എന്തിനാണ്? അപ്പോ അങ്ങയുടെ അഭിപ്രായത്തിൽ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നങ്ങ് വ്യക്തമാക്കി. എന്നിട്ടും എന്നെ എന്തിനാണ് ഈ ഘോരമായ കർമ്മത്തിലേക്ക് നിർബന്ധിക്കുന്നത്? ഘോരമായ കർമ്മം അല്ലെങ്കിൽ തന്നെ ഏത് കർമ്മമാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ന്യൂനതകളുണ്ട്. അത് അവസാനം പാപങ്ങളിലേക്ക് ചെന്ന് ചേരും. ഏത് കർമ്മം തുടങ്ങിയാലും അവസാനം അതിങ്ങനെ വർദ്ധിച്ച് അതിൽ സ്വാർത്ഥത കൂടി പിന്നീട് നമ്മൾ ആ പാപവാസനകൾ വർദ്ധിപ്പിച്ച് നരകങ്ങളിലേക്ക് പോകാനുള്ള കർമ്മങ്ങളായി മാറും. ഇപ്പൊ ഇവിടെ ഘോരേന്ന് എടുത്തു പറയാൻ കാരണം, ഈ യുദ്ധമാകുന്ന പിതാമഹാദികളെ കൊല്ലുന്ന
ഈ ഘോരമായ കർമ്മത്തിലേക്ക് എന്നെ അങ്ങ് എന്തിനാ നിർബന്ധിക്കുന്നത്, നിയോജിക്കുന്നത്? കേശവ, മാം ഘോരേ കർമ്മണി കിം നിയോജയസി, എന്തുകൊണ്ട് അങ്ങ് ഇങ്ങനെ എന്നെ വിപരീതമായ പ്രവൃത്തി ചെയ്യാൻ പറയണു? ശ്രേഷ്ഠമായതിലല്ലേ പ്രവർത്തിക്കേണ്ടത്? ഞാൻ അങ്ങയുടെ സ്വന്തം ആളല്ലേ, അങ്ങയുടെ സ്വന്തം സഹോദര സ്ഥാനീയനല്ലേ, അങ്ങയുടെ അച്ഛൻ പെങ്ങളുടെ മകനല്ലേ, അങ്ങയുടെ ഉറ്റ സുഹൃത്തല്ലേ, സന്തത സഹചാരിയല്ലേ, വിശ്വസ്തനല്ലേ, ഭക്തനല്ലേ, അങ്ങ് പറഞ്ഞാൽ കേൾക്കുന്ന ശിഷ്യനല്ലേ? എന്നിട്ടും എന്നെ മാത്രം എന്തിനാ ഈ വിഷമം പിടിച്ച പ്രവൃത്തിയിലേക്ക് എന്നെ നിർബന്ധിക്കുന്നത്? എനിക്കും എളുപ്പ വഴിയല്ലേ പറഞ്ഞു തരേണ്ടത്, എനിക്കും ഷോർട്ട് കട്ടല്ലേ പറഞ്ഞു തരേണ്ടത്, വേഗം ലക്ഷ്യം പ്രാപിക്കാനുള്ള വഴിയല്ലേ പറഞ്ഞു തരേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ വലയ്ക്കുന്നത് എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. അതിന്റെ ചോദ്യം അടുത്ത ശ്ലോകത്തിലും തുടരുന്നുണ്ട്. നമുക്കത് പിന്നെ നോക്കാം. ഈ ഭാഷ്യം നോക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം. അപ്പൊ ഭാഷ്യകാരൻ എന്താ പറയണത് നോക്കാം. ജായസി ശ്രേയസി ചേദ് യദി കർമ്മണഃ സകാശാത് തേ തവ മത അഭിപ്രേത ബുദ്ധി ജ്ഞാനം ഹേ ജനാർദ്ദന. യദി ബുദ്ധികർമ്മണി സമുച്ചിതേ ഇഷ്ടേ തഥാ ഏകം ശ്രേയസ്സാധനം ഇതി കർമ്മണോ ജായസി ബുദ്ധിഃ ഇതി കർമ്മണഃ അതിരിക്തകരണം ബുദ്ധേഃ അനുപപന്നം അർജുനേന കൃതം സ്യാത് നഹി തദേവ തസ്മാത് ഫലതഃ അതിരിക്തം സ്യാത് തഥാ കർമ്മണഃ ശ്രേയസ്കരി ഭഗവതാ ഉക്താ ബുദ്ധിഃ അശ്രേയസ്കരം ച കർമ്മ കുരു ഇതി മാം പ്രതിപാദയതി തത് കിം നു കാരണം ഇതി ഭഗവതഃ ഉപാലംബം ഇവ കുർവन् തത് കിം കസ്മാത് കർമ്മണി ഘോരേ ക്രൂരേ ഹിംസാലക്ഷണേ മാം നിയോജയസി കേശവ ഇതി ച യദാഹ തത് ച ന ഉപപദ്യതേ. അത സ്മാർത്തേന ഏവ കർമ്മണ സമുച്ചയഃ സർവേഷാം ഭഗവതാ ഉക്തഃ അർജുനേന ച അവതാരിതഃ ചേത് തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി ഇത്യാദി കഥം യുക്തം വചനം. അപ്പൊ ഇതില് മുമ്പ് ഇടയിൽ കുറെ ചർച്ച ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ ആ പൂർവപക്ഷികളുമായിട്ട്? അവർക്കുള്ള മറുപടി ഇവിടെയും കൊടുക്കുകയാണ്. ഇടയിൽ നേരിട്ട് ഭാഷ്യം മാത്രം പറയാതെ വ്യംഗ്യമായിട്ട് അവരുടെ മണ്ടയ്ക്ക് ഓരോ കൊട്ടും കൊടുക്കുകയാണ് ഇടയ്ക്ക്. സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഈ സമുച്ചയവാദികൾക്കുള്ള തട്ടും കൊടുക്കുകയാണ്. മുമ്പ് ആമുഖ ഭാഷ്യത്തില് കുറെ പരത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പൂർവപക്ഷ സിദ്ധാന്തപക്ഷ ചർച്ചകൾ, അതിൻ്റെ ആചാര്യ ഭഗവത്പാദര് അവരോട് പറയും, അതൊക്കെ അവിടെ റീസണിങ് ചെയ്തിട്ട് പറയും, ഇത് ഞാൻ അവിടെ കാണിച്ചു തരാം, തത്ര തത്ര ദർശയിഷ്യാമ, ഗീതയിൽ ഞാൻ അവിടെ ഇത് കാണിച്ചു തരാം, നിങ്ങളുടെ വാദത്തിന്റെ കുറവുകൾ ഞാൻ അപ്പപ്പ തോണ്ടി കാണിച്ചു തരാം, ന്യൂനത കാണിച്ചു തരാമെന്ന് പറയാറുണ്ട്. അപ്പൊ അത് പ്രകാരമാണ് ഇവിടെ ഈ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അവരുടെ ന്യൂനതകളെ ഇടയ്ക്ക് ചാട്ടവാറടിച്ച് അവരെ അടക്കുകയാണ്. അവരുടെ യുക്തിഭംഗത്തെ കാണിച്ചു കൊടുക്കുകയാണ്, യുക്തിരാഹിത്യത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ജായസി ശ്രേയസി ചെയ്ത്, ശ്രേയസി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതമ എന്നർത്ഥം. ശ്രേയസ്സിന് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ചെയ്ത്. യതി, ചെയ്ത് എന്നുള്ളതിന് യതി, അങ്ങനെയാണെങ്കിൽ എന്തിനേക്കാൾ കർമ്മണഃ സകാശാത്, കർമ്മവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്നാണ് ഇവിടെ. സകാശം എന്ന് പറഞ്ഞാല് അടുത്ത് നിർത്തി നോക്കുക. നമുക്ക് ഏത് കാര്യങ്ങളും താരതമ്യം ചെയ്യണമെങ്കിൽ അടുത്തടുത്ത് വെക്കണം. എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു കാര്യവും എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു കാര്യവും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പ്രയാസമാണ്. അപ്പൊ അതിന് അടുത്തടുത്ത് വെക്കണം, എന്നാലേ നോക്കി കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം, എന്തൊക്കെ ന്യൂനത, തമ്മിൽ ഏതാണ് മെച്ചം എന്ന് നോക്കണമെങ്കിൽ രണ്ടും അടുത്തടുത്ത് പിടിക്കണം. അല്ലാതെ ഇന്നലെ ഒന്ന് കണ്ട് ഇന്നൊന്ന് കണ്ട് നാളെ ഒന്ന് കാണുകയാണെങ്കിൽ ആ താരതമ്യം അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആവാൻ വഴിയില്ല. ഏതാണോ നമ്മൾ അപ്പം കാണുന്നത് അതിന് മഹത്വം തോന്നും ചിലപ്പോൾ. അതൊരു സാധാരണ ഒരു മനസ്സിന്റെ സ്വഭാവമാണ്. അപ്പോൾ ഏതിനെയും താരതമ്യം ചെയ്യണമെങ്കിൽ സകാശം എന്ന് പറഞ്ഞാൽ അടുത്ത്, സമീപം എന്നാണ് അർത്ഥം. അപ്പൊ കർമ്മണഃ സകാശാത്, കർമ്മവുമായിട്ട് അടുത്ത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കർമ്മത്തേക്കാൾ തേ തവ മത അഭിപ്രേത ബുദ്ധി ജ്ഞാനം. തേ എന്നുള്ളതിന് തവ എന്ന അർത്ഥം പറഞ്ഞു. അങ്ങയുടെ മത അഭിപ്രേത, അഭിപ്രായമാണ്,
ബുദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് കർമ്മത്തേക്കാൾ താരതമ്യേന ശ്രേഷ്ഠം എന്ന് അങ്ങയുടെ അഭിപ്രായം എങ്കിൽ ഹേ ജനാർദ്ദന എന്നുള്ളതിനൊരു ഹേ കൂട്ടി, അല്ലയോ ജനാർദ്ദന. അപ്പൊ ഇവിടെ ആചാര്യ ഭഗവത്പാദര് മറ്റവർക്കുള്ള മറുപടി കൊടുക്കണം. യദി ബുദ്ധികർമ്മണി സമുച്ചിതേ ഇഷ്ടേ തഥാ ഏകം ശ്രേയസ്സാധനം ഇതി കർമ്മണോ ജായസി ബുദ്ധി ഇതി കർമ്മണഃ അതിരിക്തകരണം ബുദ്ധേഹ അനുപപന്നം അർജുനേന കൃതം സ്യാത്. ഇപ്പൊ ഭഗവാൻ രണ്ടും ഒരുമിച്ചാണ് അനുഷ്ഠിക്കാൻ പറഞ്ഞതെങ്കിൽ അർജുനൻ ഇങ്ങനെ ഒന്നിനേക്കാൾ ഒന്ന് മെച്ചം എന്ന് പറയേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പൊ രണ്ടും അനുഷ്ഠിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്നത് അർജുനന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തം എന്ന് സൂചിപ്പിക്കുകയാണ്. അതാണ് യദി ബുദ്ധി കർമ്മണി സമുച്ചിതേ ഇഷ്ടേ. ബുദ്ധി കർമ്മണി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്, ബുദ്ധിയും കർമ്മവും. ബുദ്ധിശ്ച കർമ്മച രണ്ടും കൂടി ചേർത്ത് ദ്വിവചനത്തിൽ ബുദ്ധി കർമ്മണി എന്നാണ്. ബുദ്ധിയും കർമ്മവും, ജ്ഞാനമാർഗവും കർമ്മമാർഗവും, ജ്ഞാനയോഗവും കർമ്മയോഗവും സമുച്ചിതേ. സമുച്ചിതേ എന്ന് പറഞ്ഞാല് സമുച്ചയം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച്, രണ്ടും കൂടി ചേർത്ത് രണ്ട് മാർഗവും ഒന്നിച്ചനുഷ്ഠിക്കുവാനായിട്ട് ഇഷ്ടേ എന്ന് പറഞ്ഞാൽ ഉപദേശിക്കപ്പെട്ടു എങ്കിൽ തഥാ ഏകം ശ്രേയസാധനം ഇതി കർമ്മണോ ജായസി ബുദ്ധി. ഒന്ന് ശ്രേയസാധനമായിട്ട് കർമ്മത്തെക്കാൾ ബുദ്ധിയാണ് ജായസി ശ്രേഷ്ഠയായിരിക്കുന്നത്. ഇതി കർമ്മണഃ അതിരിക്തകരണം ബുദ്ധേഹേ അനുപപന്നം അർജുനേന. കർമ്മത്തെക്കാൾ അതിരിക്തകരണം ബുദ്ധേഹെ, ബുദ്ധിക്ക് ശ്രേഷ്ഠതയെ പറയുക, അതിരിക്തമാണ് ബുദ്ധി എന്ന് പറയപ്പെടുന്നത് അനുപപന്നം അർജുനേന കൃതം സ്യാത്. അർജുനൻ വിവരമില്ലാത്തവനായി പോകും. ഭഗവാൻ പറഞ്ഞത് ഒന്നും മനസ്സിലായിട്ടില്ലാത്തവനാകും. അർജുനൻ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ അങ്ങ് പറയണു കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്നാണ് അർജുനൻ ചോദിച്ചത്. അപ്പൊ അർജുനൻ ചോദിച്ചത് കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് അർജുനൻ എടുത്തു പറഞ്ഞു. അതങ്ങനെ ചോദിച്ച ചോദ്യം രണ്ടും കൂടി ഒന്നിച്ചനുഷ്ഠിക്കാനാണ് ഭഗവാൻ പറഞ്ഞതെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു ചോദ്യമേ ആവശ്യമില്ലല്ലോ. രണ്ടും ഒന്നിച്ചല്ലേ അർജുന നിന്നോട് അനുഷ്ഠിക്കാൻ പറഞ്ഞ്, രണ്ടിനും തുല്യ ബലമാണെന്നല്ലേ ഞാൻ പറഞ്ഞ്, എന്തിനാ നീ ഇങ്ങനെ വകതിരിച്ച് പറയണത്, ഞാൻ പറയാത്തതിനെ പറയുന്നത് എന്ന് ഭഗവാൻ മറിച്ച് ചോദിക്കണം. പക്ഷെ ഭഗവാൻ അങ്ങനെ മറിച്ച് ചോദിക്കുന്നില്ല. കാരണം അർജുനന്റെ ചോദ്യം കൃത്യമായിട്ടുള്ളതാണ്. അർജുനന്റെ ചോദ്യത്തിൽ ഒരു കുഴപ്പവും ഇല്ല എന്നർത്ഥം. നഹി തദേവ തസ്മാത് ഫലതഃ അതിരിക്തം സ്യാത് തഥാ കർമ്മണഃ ശ്രേയസ്കരീ ഭഗവതാ ഉക്താ ബുദ്ധി അശ്രേയസ്കരം ച കർമ്മ കുരു ഇതി മാം പ്രതിപാദയതി. അർജുനൻ പിന്നീട് പറയുന്നു, തത് കിം നു കാരണം ഇതി ഭഗവതഃ ഉപാലംബം ഇവ കുറുവൻ. ഭഗവാൻ തന്നെ നിസ്സാരപ്പെടുത്തുന്നത് പോലെ, തന്നെ ചെറുതാക്കുന്നത് പോലെ, തന്നെ ശാസിക്കുന്നത് പോലെയൊക്കെ അശ്രേയസ്കരമായ കർമ്മത്തെ, ശ്രേയസ്കരമായ ജ്ഞാനമാർഗത്തെ പറഞ്ഞിട്ട് അശ്രേയസ്കരമായ കർമ്മത്തെ ചെയ്യൂ എന്ന് എന്നോട് പ്രതിപാദിക്കുന്നു. അത് എന്തിനാണ് എന്നാണ് അർജുനന്റെ ചോദ്യം. തീർച്ചയായിട്ടും അർജുനന്റെ ചോദ്യം യുക്തം തന്നെ എന്നാണ്. അപ്പോ തത്കിം നു കാരണം ഇതി ഭഗവതഃ ഉപാലംബം ഇവ കുറുവൻ തത് കിം കസ്മാത് കർമ്മണി ഘോരേ ക്രൂരേ ഹിംസാലക്ഷണേ മാം നിയോജയസി കേശവ. എന്നെ എന്തിനാ ഈ ക്രൂരമായിട്ടുള്ള കർമ്മത്തിൽ, ഹിംസാലക്ഷണമായിട്ടുള്ള കർമ്മത്തിൽ നിയോഗിക്കുന്നത്? ഇതിച്ച യദാഹ, ഏതാണോ അർജുനൻ പറഞ്ഞത്, തത് ച ന ഉപപദ്യത. നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടും കൂടി അനുഷ്ഠിക്കാനാ പറഞ്ഞേച്ചാൽ അർജുനന്റെ ഈ വാക്കുകളൊക്കെ വ്യർത്ഥമായി പോകും. അതൊന്നും ചേരില്ല ഇവിടെ. ന ഉപപദ്യതേ എന്ന് പറഞ്ഞാൽ ഒട്ടും ഉപപന്നമല്ല, യുക്തമല്ല, ഒരു ലോജിക്കും ഇല്ലാത്ത ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്നത് എന്ന് വരും. പക്ഷെ അർജുനന്റെ ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള ലോജിക് ഉണ്ട്. അർജുനൻ ചോദിച്ചതിൽ അർജുനനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഭഗവാനും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് കുഴപ്പം. നിങ്ങൾ പറഞ്ഞു രണ്ടും കൂടി ഒന്നിച്ചനുഷ്ഠിച്ചാലേ മോക്ഷമുള്ളൂ എന്ന്. രണ്ടിൻ്റെയും കൂടി സമുച്ചയവാദം പറഞ്ഞവരാണ് നിങ്ങൾ. അപ്പൊ പിന്നെ രണ്ടും ഒന്നിച്ചനുഷ്ഠിക്കണമെങ്കിൽ, അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അർജുനന് രണ്ടും കൂടി അങ്ങോട്ട് അനുഷ്ഠിച്ചാൽ പോരെ. പിന്നെ എന്തുകൊണ്ട് എന്നെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നു, എനിക്കെന്താ ജ്ഞാനമാർഗം തരാത്തെ എന്നൊന്നും അർജുനന് അങ്ങനെ വകതിരിച്ച് ചോദിക്കേണ്ട കാര്യം ഇല്ലല്ലോ.
അപ്പൊ അർജുനൻ ഇവിടെ വകതിരിച്ച് ചോദിച്ചിരിക്കണു. അതുകൊണ്ട് തന്നെ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം. ഭഗവാൻ പറഞ്ഞതിൽ നിന്ന് അർജുനൻ ഇങ്ങനെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. അതിന് അർജുനനെ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല. അങ്ങനെ തന്നെയാണ് ഭഗവാൻ പറഞ്ഞതും. അപ്പൊ രണ്ടും രണ്ടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് അധികാരികൾക്കുള്ളതാണെന്നും ഭഗവാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയും വ്യക്തമാക്കും മറുപടിയിൽ. ഭഗവാന്റെ മറുപടിയിൽ ഇനിയും വ്യക്തമാക്കും. അത് സ്മാർത്തേനയേവ കർമ്മണ സമുച്ചയ സർവേഷാം ഭഗവതാ ഉക്തഃ അർജുനേന ച അവതാരിതഃ ചേത് തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി ഇത്യാദി കഥം യുക്തം വചനം. ഇനി സ്മാർത്ഥം കർമ്മം എന്നൊക്കെ പറഞ്ഞാൽ സ്മൃതിയിലും മറ്റുമൊക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളുമായിട്ടാണ് സമുച്ചയം ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ വാദികൾ, ഈ സമുച്ചയവാദികൾ പറയുകയാണെങ്കിൽ അർജുനനോട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഘോരേ കർമ്മണി മാം നിയോജയസി എന്ന്. ആ വചനമെല്ലാം എങ്ങനെ യുക്തമാകും? അപ്പോൾ നിങ്ങൾക്കാണ് തെറ്റിദ്ധാരണ, അർജുനന് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല എന്ന് ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. കിം ച മാത്രവുമല്ല. അപ്പൊ അർജുനൻ ചോദ്യം തുടരുകയാണ്. അർജുനന്റെ ചോദ്യം 2 ശ്ലോകങ്ങളായിട്ടാണ്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. അർജുനൻ തുടരുകയാണ്. വ്യാമിശ്രേണേവ ഇവ വാക്യേന. വ്യാമിശ്രം എന്ന് പറഞ്ഞാൽ മിശ്രമായത്, വിശേഷേണ ആമിശ്രം, നന്നായി കൂട്ടിക്കലർന്നത്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്, കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ളത് എന്നൊക്കെ പറയാം. അങ്ങനെ വ്യാമിശ്രേണ ഇവ, പരസ്പരം മിശ്രമായിരിക്കുന്ന വാക്കുകളെ എന്ന പോലെ വാക്യേന മേ ബുദ്ധി മോഹയസീവ, എന്റെ ബുദ്ധിയെ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങ് വ്യക്തമാക്കി പറയണം. ഏന അഹം ശ്രേയഃ ആപ്നുയാം. ഏന മാർഗേണ, ഏത് അനുഷ്ഠിച്ചാൽ, അഹം ഞാൻ, ശ്രേയഃ ആപ്നുയാം, ശ്രേയസ്സിനെ പ്രാപിക്കും, പരമമായ ശ്രേയസ്സിനെ അടയും, മോക്ഷത്തെ പ്രാപിക്കും. തത് ഏകം നിശ്ചിത്യ വദ, അത് ഒന്ന് നിശ്ചയിച്ച് പറഞ്ഞു തരൂ. അങ്ങ് കൂട്ടിക്കുഴച്ച് പറയണ്ട, ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ച് പറയൂ. അപ്പോ ആദ്യത്തെ ശ്ലോകം കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന് അങ്ങ് സൂചിപ്പിച്ചു. എന്നിട്ടും എന്നെ എന്തിനാണ് ഘോരമായ കർമ്മത്തിൽ നിർബന്ധിക്കുന്നത്, നിയോഗിക്കുന്നത്? അങ്ങയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ശ്രേഷ്ഠമായത് ജ്ഞാനമാണെന്ന് പറയുകയും എന്നെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ഇവിടെ വ്യാമിശ്രം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ. ജ്ഞാനമാർഗത്തെ പുകഴ്ത്തുകയും കർമ്മമാർഗത്തെ ഇകഴ്ത്തുകയും ചെയ്തിട്ട് ഇവിടെ ഭഗവാൻ ഇകഴ്ത്തിയ കർമ്മമാർഗം അർജുനന്റെ തലത്തില് ആ കർമ്മയോഗത്തെ പൂർണ്ണമായിട്ട് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടില്ല. ഭഗവാൻ കർമ്മയോഗത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. സാധാരണ കർമ്മത്തെയാണ് അദ്ദേഹം ഇകഴ്ത്തിയത്. ഏത് കർമ്മത്തെ? സ്വാർത്ഥ കർമ്മങ്ങളെയാണ് അദ്ദേഹം നിഷേധിച്ചത് അല്ലെങ്കിൽ നിന്ദിച്ചത്. കർമ്മയോഗത്തെ അദ്ദേഹം അല്ലാതെ ചെറുതാക്കിയിട്ടില്ല. കർമ്മയോഗത്തെ അദ്ദേഹം ഇനി പുകഴ്ത്താനാ പോകുന്നതും. കാരണം അർജുനൻ അനുഷ്ഠിക്കേണ്ടത് കർമ്മയോഗമാണ്. അതുകൊണ്ട് ആ കർമ്മയോഗത്തെ പുകഴ്ത്തുന്നത് 3-ാം അധ്യായത്തിലാണ്. 2-ാം അധ്യായത്തിൽ കർമ്മയോഗത്തെ ചെറുതായിട്ടൊക്കെ പുകഴ്ത്തിയിട്ടുണ്ട്. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ ഈ കർമ്മയോഗത്തിന്റെ ഒരു പ്രശംസ തന്നെയാണ് അവിടെ ചെയ്തത്. പക്ഷെ അർജുനന് അത് പോരാ, അത് വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മനസ്സിലായിട്ടില്ല. ബാക്കി സാധാരണ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ എന്നൊക്കെ പറഞ്ഞപ്പോൾ
ദൂരേണ ഹ്യവരം എന്ന് പറഞ്ഞില്ലേ, അവരം എന്ന് പറഞ്ഞാൽ മോശമായത്, നികൃഷ്ടമായതാണ് കർമ്മ. അപ്പൊ കർമ്മം മോശമാണ് എന്ന് ഭഗവാൻ അഭിപ്രായം പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞു. അത് ഏത് കർമ്മം? സാധാരണ കർമ്മം, സ്വാർത്ഥ കർമ്മം, കർമ്മയോഗമല്ലാത്ത കർമ്മം, നിഷ്കാമകർമ്മമല്ലാത്ത കർമ്മം, അതിനെയാണ് ഭഗവാൻ നിന്ദിച്ചത്. പക്ഷെ ഇവിടെ അർജുനന് ഈ കർമ്മയോഗവും കർമ്മവും തമ്മിൽ വേണ്ടത്ര ഒരു വ്യക്തത വേർതിരിച്ച് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം. അതുകൊണ്ടാണ് ഭഗവാൻ ഈ 3-ാം അധ്യായത്തില് കർമ്മവും കർമ്മയോഗവും തമ്മിൽ നല്ലോണം വകതിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് സ്വാർത്ഥകർമ്മം, എന്താണ് കർമ്മയോഗം, ഇത് രണ്ടും വളരെ വകതിരിവോടുകൂടി വ്യക്തമാക്കി കൊടുക്കേണ്ട. അർജുനനോട് ഭഗവാൻ പ്രിസ്ക്രൈബ് ചെയ്തത് കർമ്മയോഗമാണ്, അല്ലാതെ മറ്റേ കർമ്മം ചെയ്യാനല്ല. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന അതേ കർമ്മത്തെ ചെയ്യാനല്ല പറഞ്ഞത്, തോന്നിയവാസം ചെയ്യാനല്ല പറഞ്ഞത്, ചെയ്യുന്ന കർമ്മത്തെ കർമ്മയോഗമാക്കാനാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് 3-ാം അധ്യായത്തിലെ വിഷയം. അപ്പൊ ഇവിടെ വ്യാമിശ്രം എന്ന് പറഞ്ഞതുകൊണ്ട് ജ്ഞാനയോഗത്തെ പുകഴ്ത്തുകയും കർമ്മയോഗത്തെ അല്ലെങ്കിൽ കർമ്മത്തെ ഇകഴ്ത്തുകയും ചെയ്തിട്ട് പിന്നെ എന്നോട് കർമ്മം ചെയ്യാൻ പറയുകയും ചെയ്യുന്നത് എനിക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നു, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ബുദ്ധിം മോഹയസി ഇവ. അതുകൊണ്ട് തസ്മാത് ഏകം നിശ്ചിത്യ വദ, ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ച് പറഞ്ഞു തരൂ. ഏന ശ്രേയോഹമാപ്നുയാം, യാതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കുമെന്ന് എനിക്ക് വ്യക്തമാക്കി നിശ്ചയിച്ച് തരൂ എന്ന് അർജുനൻ ഭഗവാനോട് കൃത്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ ഭാഷ്യം നമുക്ക് നാളെ കാണാം. എന്നിട്ട് ഭഗവാന്റെ മറുപടി, ശരിക്കുള്ള കർമ്മയോഗം എന്താണെന്ന് കാണാം. വളരെ മനോഹരമായി വിസ്തരിച്ച് ഭഗവാൻ വർണ്ണിക്കുന്നതാണ് കർമ്മയോഗം. എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുക. ഹരിയും. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാൻ വീണ്ടും. നാളെ ബുധനാഴ്ച. ഓക്കെ, എല്ലാ ക്ലാസ്സും ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഹരി ഓം.